നമസ്കാരം. ലൂസിഫറിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് നിർമ്മിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ഈ മാസം തിയേറ്ററുകളിൽ എത്തുമെങ്കിലും ഒടിയൻ സിനിമ പോലെ എമ്പുരാൻ ആകുമോ എന്നാണ് സിനിമാ പ്രേമികളുടെ ചോദ്യം. കാരണം ലൂസിഫറിന് ഇത്രയും ഹൈപ്പ് സംവിധായകൻ പൃഥ്വിരാജ് നൽകിയിരുന്നില്ല. എന്നാൽ എമ്പുരാൻ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം വലിയ ഹൈപ്പാണ് പൃഥ്വിരാജ് നൽകുന്നത്. കൂടുതൽ ഹൈപ്പ് നൽകുന്ന മലയാള സിനിമ ബോക്സ് ഓഫീസിൽ 8 നിലയിൽ പൊട്ടുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്. തുടക്കം മുതൽ തന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററുകളാണ് പുറത്തു വരുന്നത്. തുടക്കം മുതൽ വൻ ഹൈപ്പാണ് മോഹൻലാൽ ചിത്രം എമ്പുരാനിൽ ലഭിക്കുന്നത്. കാത്തിരിപ്പിന് വിരാമം വിട്ട് ഈ മാസം ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത്രയേറെ മലയാളി പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ചിട്ടും സംവിധായകൻ പൃഥ്വിരാജ് പല അഭിമുഖങ്ങളിലും അഭിപ്രായപ്പെടുന്നത് എമ്പുരാൻ ചെറിയ സിനിമയാണ് എന്നാണ്. എന്നാൽ സംവിധായകന്റെ വാക്കുകൾ കേട്ട് നിസ്സാരമായി കാണേണ്ട എന്നാണ് കന്നഡ നടൻ കിഷോർ പറയുന്നത്. എമ്പുരാൻ വലിയൊരു ചിത്രമാണ്. എമ്പുരാനെ പറ്റി എന്താണ് പറയേണ്ടത് എന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ ആ സിനിമയുടെ ഭാഗമാണ്. ഒരു ചെറിയ റോളാണ് എനിക്ക് കിട്ടിയത്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ റോളുമുണ്ട്. ഞാനും ചിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മലയാളം തമിഴ് ഇൻഡസ്ട്രി മൊത്തം എമ്പുരാൻ സിനിമയിലുണ്ട്. പൃഥ്വിരാജ് എന്ന നടൻ ആ സിനിമയുടെ സംവിധായകത്തിൻ്റെ മികവുണ്ടെന്നും നടൻ കിഷോർ അഭിപ്രായപ്പെടുന്നു. മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ സമീപകാലത്ത് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കണ്ടത് ലൂസിഫറിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത അവതാരത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഖുറേഷി അബ്രഹാം എന്ന കഥാപാത്രമായി മോഹൻലാൽ വരുമ്പോൾ അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കുമെന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എമ്പുരാൻ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ഇതിന് തെളിവ് എന്നോണം ക്യാരക്ടർ പോസ്റ്ററുകൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ മോഹൻലാലിൻ്റേത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് സുരാജ് വെഞ്ഞാറമൂടിൻ്റേത്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് പോസ്റ്ററുകൾക്ക് ലഭിച്ചത്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായി കുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. എന്തൊക്കെയായാലും വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് എമ്പുരാൻ എന്ന് വ്യക്തമാണ്. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്താൻ ഒരുങ്ങുകയാണ്. മലയാള സിനിമയിലെ പടുകുതിരയായി എമ്പുരാൻ മാറുമെന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ എമ്പുരാന് സാധിക്കുമോ എന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് റീലോഡ്.